ആനൂർ ശോഭപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിന് കാരണമായത് വെടിമരുന്ന് കൈകാര്യം ചെയ്തതിലെ ജാഗ്രതക്കുറവ്. സംഭവത്തിൽ വെടിമരുന്ന് ചുമതലക്കാരനും തൊഴിലാളികളും ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസെടുത്ത് താനൂർ പോലീസ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ഗുരുതര പൊള്ളലേറ്റവരെല്ലാം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കതിന കത്തിച്ചുകൊണ്ടിരിക്കെ സമീപത്ത് കതിനക്കുറ്റി നിറച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്ക് തീ പടർന്നതോടെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. പൊട്ടിക്കാനായി നിറച്ചുവെച്ചിരുന്ന കതിനക്കുറ്റികളും വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന ബക്കറ്റും പൊട്ടിത്തെറിക്കുകയായിരുന്നു. വെടിമരുന്ന് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന വേണുഗോപാൽ, രാമൻ, വിനേഷ് കുമാർ, മുഹമ്മദ് കുട്ടി, വേലു, ഗോപാലൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഓടിക്കൂടിയ അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തകരായത്. ഇവരെ ഉടൻ താനൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയ ശേഷം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ക്ഷേത്രത്തിൽ അനധികൃതമായാണ് വെടിമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെടിമരുന്ന് സൂക്ഷിക്കുന്നതിന് ലൈസൻസ് പോലുമില്ലാത്ത ആളാണ് വർഷങ്ങളായി വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്നത്. ഭക്തർ നേരുന്നതിന് അനുസരിച്ച് വെടിക്കെട്ട് നടത്തുകയാണ് ഇവരുടെ ചുമതല. വർഷങ്ങളായി വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്ന കിഴക്കേ മുക്കോല സ്വദേശി നാരായണൻ, ക്ഷേത്രം ഭാരവാഹികളായ വേണുഗോപാൽ കാഞ്ഞിരശ്ശേരി, ഉണ്ണി ആട്ടിരിക്കൽ തുടങ്ങിയ 9 പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അപകടത്തിൽ പരിക്കേറ്റ വിനേഷ് കുമാർ, മുഹമ്മദ് കുട്ടി, വേലു, വേണുഗോപാൽ, രാമൻ, ഗോപാലൻ എന്നിവരും ഉൾപ്പെടും. എഡിറ്റർ ലൈവ്, താനൂർ.